പ്രധാനമന്ത്രി എന്നെ ഓഫീസിൽ വിളിക്കുന്നു, കാണണമെന്ന് ആഗ്രഹിച്ച അഡീഷണൽ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു, തോളിൽ തട്ടി സൗഹൃദം പറഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനാണ് വിളിച്ചതെന്ന് മനസ്സിലാകുന്നത്. നേരത്തെ അറിഞ്ഞതെങ്കിൽ താങ്കൾ പോകുമായിരുന്നില്ല. പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് പ്രതിഷേധ സമരം നടക്കുക. ഒരു ദിവസം CIT, ഒരു ദിവസം DY. നാണമില്ലേ സത്യത്തിൽ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നിമിഷമെങ്കിലും ഈ കസേരയിൽ തുടരാനുള്ള അധികാരമുണ്ട്. അധികാര താല്പര്യത്തിനായിരുന്നെങ്കിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1999 ഒറ്റ വോട്ടിനാണ് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നത്. അന്നും ഞാൻ പാർലമെൻറ്റ് അംഗമാണ്. അതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വ്യത്യസ്തമായ നിലപാട്. പക്ഷേ അവർ ഒരു സംശയം വേണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും. ആം ആദ്മി പാർട്ടി, അവർക്ക് ആർക്കും BJPയെ പരോക്ഷമായി പോലും പിന്തുണയ്ക്കാൻ കഴിയും. ഒരു വിശ്വാസമൊക്കെ നമ്മൾ ബീഹാറിലും കണ്ടതായിരുന്നില്ല, നിതീഷ് കുമാറിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായതല്ലേ. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ചർച്ചകളാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. 2 മാസം മാത്രം ബാക്കി നിൽക്കുന്നത് മുന്നണി രാഷ്ട്രീയത്തിൽ അതീവ നിർണായകം. പല പ്രലോഭനങ്ങളിലും സ്ഥാനമാനങ്ങളിലും വീണ് അധികായന്മാർ പലരും കളം മാറുന്ന കാഴ്ചകൾ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിൽ അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക്, കമൽനാഥ് ഭീഷണി മുഴക്കുന്നു. ഇങ്ങനെയെങ്കിൽ രാജ്യമൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേളയിൽ ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണിക്ക് എത്രത്തോളം കരുത്തോടെ അങ്കത്തട്ടിൽ നിലനിൽക്കാൻ സാധ്യമാകും? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ NK പ്രേമചന്ദ്രൻ MP. സ്വാഗതം. ഈ 2024 മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ രൂപീകരണം മുതൽ യോജിപ്പിനേക്കാളേറെ ഭിന്നതകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഘട്ടമൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് എത്തി. ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ഈ നിതീഷ് കുമാർ തന്നെ മുന്നണി വിട്ട് NDAയിലേക്ക് പോകുന്നു, ആ രീതിയിൽ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇനി ഈ പ്രതിപക്ഷ മുന്നണി എന്ന രീതിയിൽ ഇന്ത്യ BJP എന്ന അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ഈ സംഘപരിവാർ എന്ന് പറയുന്ന ശക്തിയെ, NDA എന്ന് പറയുന്ന ശക്തിയെ നേരിടുക എന്നത് പ്രതിപക്ഷത്തിന് ഒരു വലിയ ദുഃഖകരമായ അല്ലെങ്കിൽ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണോ? വ്യക്തിപരമായി പല നേതാക്കളും മുന്നണി വിടുന്നുണ്ട്, രാഷ്ട്രീയം മാറുന്നുണ്ട് എന്നത് ശരിയാണ്. ഇപ്പം നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ തുടക്കത്തിൽ മുൻകൈ എടുത്തത്. അദ്ദേഹം തന്നെ പോയി. പക്ഷേ അത് മുന്നണിയുടെ പൊതുരാഷ്ട്രീയത്തെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാനിപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ബീഹാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ UPA കാഴ്ചവെച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് സീറ്റിൻ്റെ കാര്യത്തിലും വോട്ടിൻ്റെ കാര്യത്തിലും ഈ പ്രാവശ്യം ഉണ്ടാകും. കാരണം ശ്രീ നിതീഷ് കുമാർ കാണിച്ച അവസരവാദപരമായിട്ടുള്ള ഈ രാഷ്ട്രീയം ഒരു തരത്തിലും ബീഹാറിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച ആവേശകരമായിട്ടുള്ള ജനപിന്തുണ ഈ കാര്യത്തിൽ അത് വ്യക്തമാക്കുന്നു. അവിടെ കൂടുതൽ കരുത്തോടെ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ നാമമാത്രം RJDക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. BJP അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ജനതാദളുമായിട്ടുള്ള സഖ്യത്തിനായിരുന്നു വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞത്. പിന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ പറയുന്ന ആയാറാം ഗയാറാം എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഡൽഹിയിൽ വളരെ സ്ഥിരമായിട്ടുള്ളതാണ്. പലരും പല സ്ഥാനമാനങ്ങളും ഇപ്പോൾ തന്നെ YSR കോൺഗ്രസിൽ നിന്ന് എത്രയോ MPമാർ രാജിവെച്ച് കോൺഗ്രസിലും TDPയിലും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയത്തിലൊരു പുതുമയല്ല. ഇനിയും വലിയ രീതിയിൽ ഇത്തരത്തിലൊരു കളം മാറി ചവിട്ടലുകൾ വലിയ പ്രമുഖരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അത് സ്വാഭാവികമാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും ഒക്കെ ഉള്ള കാലുമാറ്റം കൂറുമാറ്റം ഒക്കെ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. നിരവധി MPമാരാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്, നേതാക്കൾ അന്യോന്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതാണ്, 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്നൊരു പാർട്ടി പോലും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു പാർട്ടി പോലും, ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുണ്ടായ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ കൂടി ഭാഗമായി രൂപപ്പെട്ട രാഷ്ട്രീയ മാറ്റമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തോടു കൂടി പരാജയപ്പെട്ട് പുറത്തു പോകേണ്ട സ്ഥിതി വന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതിന് സമാനമായ നിലയിലാണ്. പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക, ബഹുസ്വരതയെ ഇല്ലാതാക്കുക,
എല്ലാം ഏകശിലാരൂപം എന്ന നിലയിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം പോകുക, അതുപോലെ മതപരമായിട്ട് മതേതര രാഷ്ട്ര വ്യവസ്ഥ എന്നത് ഏതാണ്ട് അപ്രസക്തമാകുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോകുന്ന ഒരു ഘട്ടത്തിൽ അതൊരു ഭാഗത്ത്, മറുഭാഗത്ത് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുന്നു. ആ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ മോദി ഗവൺമെൻറ് പരാജയപ്പെട്ടു. സാമ്പത്തിക വളർച്ച കൈവരിച്ചു, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇവിടെ പ്രശ്നം, ഞാൻ പാർലമെൻറ്റിലെ ചർച്ചകളിലും ഒക്കെ ഈ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം സാധാരണ സമൂഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ ഇലക്ടറേറ്റ് ശക്തി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്, ഇടത്തരം ജനങ്ങളാണ്. അവർ വിധി എഴുതുന്നു, അവർ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനൊരു പ്ലാറ്റ്ഫോം, അതൊരു ഇന്ത്യ മുന്നണി അതിനൊരു വെറും പ്ലാറ്റ്ഫോം മാത്രമാണ്. അങ്ങനൊരു വിധി എഴുത്തിന് അനുകൂലമായ പശ്ചാത്തലമുണ്ട്. അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പമുള്ള ഈ മുന്നണിയിലെ കക്ഷികളും കൂടി തയ്യാറായാൽ, വിട്ടുവീഴ്ചകൾ ചെയ്ത് തയ്യാറായാൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സാധ്യതയെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാട്. അങ്ങ് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ നേതാക്കന്മാർ പോകുന്നു, പക്ഷേ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുക എന്ന് പറയുമ്പോൾ അത് ഉയർത്തിക്കാട്ടാൻ നേതൃത്വം കൊടുക്കേണ്ട പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരാണ് ആ BJP-യിലോട്ട് തന്നെ പോകുന്നത്. നമ്മൾ ഈ 2014 മുതൽ ഒരു 10 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാക്കന്മാർ റീത്ത ബഹുഗുണ ജോഷി മുതൽ ജ്യോതിരാദിത്യ സിന്ധ്യ, ഇങ്ങനെ വലിയൊരു കണക്ക് തന്നെ നമുക്ക് എടുക്കാനാകും. ഹാർത്തി പട്ടേൽ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അനിൽ ആൻ്റണി, ഹാർത്തി പട്ടേൽ അല്ലെങ്കിൽ ഖുഷ്ബു, ഇവരൊക്കെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ വന്ന് മറുകണ്ഠം ചാടിയവരെന്ന് പറയാം. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ റീത്ത ബഹുഗുണ ജോഷി, ഇപ്പോൾ അശോക് ചവാൻ, ഇവരൊന്നും അങ്ങനെ അല്ല. ഈ രീതിയിൽ വലിയൊരു അധികായന്മാരുടെ ഒരു നിര തന്നെ ഡയറക്റ്റായി BJP-യിലേക്ക് പോകുന്നു. അതായത് BJP നമ്മൾ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു അനിവാര്യത എന്ന് പറയുന്നത് ശക്തമായൊരു പ്രതിപക്ഷം തന്നെയാണ്. ഈ 10 വർഷം കൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ ഐക്യ മുന്നണിക്ക് സാധിക്കാതെ പോകുന്നത്? അനൈക്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടാൻ സത്യത്തിൽ 16-ാം ലോക്സഭയിൽ കഴിഞ്ഞില്ല. 17-ാം ലോക്സഭയുടെ അവസാന കാലഘട്ടത്തിലാണ് ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണ്? പ്രതിപക്ഷം അനൈക്യമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ വരുമ്പോൾ, സഭയിൽ വരുമ്പോഴും സഭയ്ക്ക് പുറത്ത് വരുമ്പോഴുമൊക്കെ തൃണമൂൽ കോൺഗ്രസ് വേറെ നിലപാട് സ്വീകരിക്കും, DMK-യും കോൺഗ്രസും ഒരു നിലപാട് സ്വീകരിക്കും, ഇടത് പാർട്ടികൾ വേറെ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ അതുപോലെ തന്നെ ഓരോ സമാജ്വാദി പാർട്ടി, ഈ തരത്തിൽ പ്രതിപക്ഷ അനൈക്യം നല്ലതുപോലെ BJP ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തി. അത് പരിഹരിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇന്ത്യ മുന്നണി എന്നൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ആ പ്ലാറ്റ്ഫോമിനകത്തും നമുക്കറിയാം ഒരുപാട് വൈരുദ്ധ്യാശയങ്ങളുള്ള, കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടാണ്, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും കുറേയൊക്കെ അതിനകത്ത് വിഷയങ്ങളുണ്ടാകും. അതാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വ്യത്യസ്തമായ നിലപാട്. പക്ഷേ അവർ ഒരു സംശയം വേണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും. ആം ആദ്മി പാർട്ടി, അവർക്ക് ആർക്കും BJP-യെ പരോക്ഷമായി പോലും പിന്തുണയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു പ്രീ പോൾ അലയൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ ഈ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസമൊക്കെ നമ്മൾ ബീഹാറിലും കണ്ടതായിരുന്നില്ല. നിതീഷ് കുമാറിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായതല്ലേ ഈ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാർ ഒരു മാറ്റം വന്നു, ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടതിന്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കൊടിയ വഞ്ചനയ്ക്കെതിരായി ബീഹാറി ജനതയുടെ വികാരം ഉയരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിസ്മയകരമായ മുന്നേറ്റം രാജ്യത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത്രയും നമ്മൾ പറയുന്നത് പോലെയല്ല, നോർത്ത് ഇന്ത്യ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായിട്ടുള്ള വലിയ ദുരിതം. കാരണം പെട്രോൾ, ഡീസൽ, പാചകവാതക വിലക്കയറ്റം മാത്രം എടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ ജീവിതം പൊറുതുമുട്ടിയിരിക്കുകയാണ്. ഭരണകൂടം നല്ലതുപോലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതുകൊണ്ട് ആ പ്രതികരണങ്ങൾ പരിമിതമാണ്. ഇതുതന്നെയായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ആരും എതിർക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല, വിയോജിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ആ വിയോജിപ്പിൻ്റെ രാഷ്ട്രീയമുണ്ടായാൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. സമാന സ്വഭാവത്തിലുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തൽ. ആയാറാം ഗയാറാം എന്ന് പറയുന്ന പ്രതിഭാസം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആവിർഭാവം മുതൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും പല പ്രമുഖരുടെയും പേരുകൾ BJP-യിലേക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA-യിലേക്കൊക്കെ പോകുമെന്ന് കേൾക്കുന്ന പല പ്രമുഖരുടെയും പേരുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ശശി തരൂർ, K. സുധാകരൻ, ഈ ഒരു നിരയിലേക്കൊക്കെ
RSP നിന്ന് NK പ്രേമചന്ദ്രന്റെ പേരുകൾ എന്തുകൊണ്ടാണ് ഉയർന്നു വരുന്നത്? അത് ഇപ്പോഴല്ല, 2014 മുതലേ, അങ്ങേക്കറിയാം, 2019 മുതലേ. ഇത് CPM-ന്റെ സ്ഥിരം സ്ട്രാറ്റജിയാണ്. അതിനിശ്ചിതമായി ഗവൺമെൻറ്റിനെ എതിർത്താൽ, CPM-നെ എതിർത്താൽ അവരെ മുഴുവൻ സംഘിവൽക്കരിക്കുക. ആ പദപ്രയോഗം തന്നെ വളരെ മോശപ്പെട്ട പദപ്രയോഗം. സംഘിവൽക്കരിക്കുക എന്നുള്ളത് CPM-ന്റെ സ്ഥിരമായിട്ടുള്ളൊരു തന്ത്രമാണ്. അതിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ BJP-യുടെ ചാപ്പ കുത്തുക. അതുവഴി CPM ചെയ്യുന്നത് എന്താണ്? BJP-യെ മഹത്വവൽക്കരിക്കുകയാണ്. BJP-യെ ശാക്തീകരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ CPM കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണം, ഇപ്പോൾ എന്നെക്കുറിച്ച് നിരന്തരമായി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി എന്നെ ഓഫീസിൽ വിളിക്കുന്നു, കാണണമെന്ന് ആഗ്രഹിച്ച അഡീഷണൽ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. വേറെ കുറേ MP-മാരുണ്ട്. അദ്ദേഹം ഞങ്ങളെയും തോളിൽ തട്ടി സൗഹൃദം പറഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനാണ് വിളിച്ചതെന്ന് മനസ്സിലാകുന്നത്. നേരത്തെ അറിഞ്ഞതെങ്കിൽ താങ്കൾ പോകുമായിരുന്നില്ല. അത് വേറെ പ്രശ്നം. നേരത്തെ അറിയുന്ന അങ്ങനെ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം ക്ഷണിച്ചത് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. അതിൽ എന്താ തെറ്റ്? ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. ഫോർമൽ ഇൻവിറ്റേഷൻ, ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണ്, പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി എന്താണ് മീറ്റിങ്ങിൻ്റെ കണ്ടത്. അങ്ങനെ ഒരു മീറ്റിംഗ് അല്ലല്ലോ. തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക്, അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിൽ, അല്ലെങ്കിൽ സൗഹൃദമായിട്ടുള്ളൊരു വിരുന്നിന് അദ്ദേഹം ക്ഷണിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് പിരിയുന്നു. അതിനെന്താ ഇത്ര വലിയ വിവാദം? അപ്പോൾ ഇത് വളരെ ബാലിശമായി നിലവാരമില്ലാത്ത ഒരു 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 രാഷ്ട്രീയ തന്ത്രമാണ് CPM എല്ലാ കാലവും. 2019 ഇത് തന്നെ പറഞ്ഞു. ഇതിപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അങ്ങ് മാത്രമാണ് ഏക MP. അതുകൊണ്ടാണ് ഇത് വലിയൊരു വിവാദമായി CPM ഉൾപ്പെടെയൊക്കെ. ആകെ 8 പേരല്ലേ ഉള്ളൂ. ആകെ 8 പേരല്ലേ വിളിച്ചുള്ളൂ. ഇതിന് ഞാൻ മനസ്സിലായ പല ഘടകങ്ങളുണ്ട്. ഓരോ വിവിധ പ്രദേശങ്ങളിൽ അതിൻ്റെ മാനദണ്ഡം പ്രധാനമന്ത്രിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാണ് വിളിച്ചത് എന്നതിനെ സംബന്ധിച്ച് അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായി. ഞാൻ അതിന് ശേഷമാണ്, ഈ 2.5 മണിക്കുള്ള ലഞ്ചിന് ശേഷമാണ്, വൈകുന്നേരം 5:30 മണിക്ക് പ്രധാനമന്ത്രിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച് ധവളപത്രത്തിനെതിരായിട്ടുള്ള ബദൽ പ്രമേയം, സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് അതിനിശ്ചിതമായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഒഴുകിപ്പോകുന്നതാണോ നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും നിലപാടുകളും? അതുപോലും നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന രീതിയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി പരിഹസിച്ചത്. അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് ഹീനമാർഗവും അവലംബിച്ച്, രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ഏത് ഹീനമാർഗവും അവലംബിക്കുക എന്നുള്ളത് CPM-ന്റെ സ്ഥിരം തന്ത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2019 പ്രധാനമന്ത്രി നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ കൊല്ലത്ത് വന്നതിൻ്റെ പേരിൽ അന്ന് സംഘിവൽക്കരിച്ച പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താവുന്നത് മുഴുവൻ ചെയ്തു. 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി 3 പൊതുയോഗങ്ങളിലാണ് എന്നെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് വളരെ അപകീർത്തികരമായിട്ടുള്ള പദപ്രയോഗത്തിലൂടെ എന്നെ വിശേഷിപ്പിച്ചു. ഇപ്പം 3ാമത് പ്രാവശ്യം ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി ഏതെങ്കിലും തീന്മേശയിലിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിൻ്റെ പേരിൽ എന്നെ വീണ്ടും സംഘിവൽക്കരിച്ചുകൊണ്ട് അതിഹീനമായ നിലയിൽ CPM സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം ക്യാമ്പയിൻ നടക്കുകയാണ്. പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് പ്രതിഷേധ സമരം നടക്കുക. ഒരു ദിവസം CIT, ഒരു ദിവസം DY. നാണമില്ലേ സത്യത്തിൽ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നിമിഷമെങ്കിലും ഈ കസേരയിൽ തുടരാനുള്ള അധികാരമുണ്ടോ? 2019 ജൂൺ മാസത്തിൽ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ RSSൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ RSSൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, സുഹൃത്ത്, അവരുടെ ഡയറക്റ്റ് നോമിനി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിതിൻ ഗഡ്കരിയെയും കുടുംബത്തെയും BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒരു ഔപചാരികതയും ഇല്ലാതെ വീട്ടിൽ ക്ഷണിച്ച് കുടുംബത്തോടെ വിരുന്നു കൊടുത്ത CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ. ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം BJP-യുടെ ഉന്നതനായ RSS കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി കുടുംബ വിരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ പിണറായി വിജയൻ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇതെന്നെ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇനി എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും സൂചിപ്പിക്കാം. അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് നിയമസഭയിൽ അംഗമായിരുന്നയാൾ BJP ചേർന്നു, മന്ത്രിയായി.
മന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തെ കേരള ഹൗസിന് മുന്നിൽ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്നിട്ട് ഉച്ചവിരുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള ഹൗസിന് പുറത്തിറങ്ങി നിൽക്കുകയാണ് അൽഫോൺസ് കണ്ണന്താനത്തെ സ്വീകരിക്കാൻ. ഏതാ BJPയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തെ സ്വീകരിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുന്നു, സദ്യ ഒരുക്കുന്നു. എന്ത് ചെയ്യണം? എത്ര അനുഭവങ്ങൾ, എത്ര സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബാലിശ്യമായ ഹീനമായ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കുക എന്നുള്ളത്. മുമ്പ് സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്തവൻ്റെ പേരിൽ പെണ്ണ് കേസ് ചാർത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്നത് പോലെയാണ് ഇപ്പോൾ അവർക്ക് തോൽപ്പിക്കാൻ കഴിയാത്തവരെയൊക്കെ സംഘിവൽക്കരിക്കുക എന്നൊരു പുതിയ തന്ത്രമാണ് CPM എടുത്തിട്ടുള്ളത്. അതിന് നല്ല തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും കൊല്ലത്തെ ജനത നൽകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തു ഒരു MP എന്ന നിലയിൽ അത് അങ്ങേക്ക് അതിന് രാഷ്ട്രീയം കാണുന്നില്ല. അപ്പോൾ ഈ CPM ചോദിക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ക്ഷണിച്ചിട്ടും എന്തുകൊണ്ട് UDF പങ്കെടുത്തില്ല? രാഷ്ട്രീയമായ എന്തുകൊണ്ട് ഇവിടെ കാട്ടിയില്ല? രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തീരുമാനിച്ച് ബഹിഷ്കരിച്ചതല്ലേ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ധൂർത്തും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് അത് ബഹിഷ്കരിച്ചത്. അതും ഇതും തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും? ഹാട്രിക് വിജയം തടയിടാൻ വേണ്ടിയുള്ള അവസാന തന്ത്രമാണ് CPM പയറ്റുന്നത്. അന്ന് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരെ സംബന്ധിച്ച് കൊല്ലത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഞാനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പറയാൻ ഒരു കാര്യവുമില്ല. നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നൊരു ആക്ഷേപം CPMന് പറയാൻ കഴിയില്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പാർലമെൻറ്റിൽ പെർഫോം ചെയ്തില്ല, പോയി ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മേഖലകളിലും അർപ്പിച്ച ചുമതലയും ഏൽപ്പിച്ച ഉത്തരവാദിത്വവും 100% കൃത്യതയോടുകൂടി നിർവഹിച്ചു എന്നതുകൊണ്ട് തന്നെ അവർക്ക് പറയാനൊരാക്ഷേപവുമില്ല. ഒരാക്ഷേപവുമില്ലാത്തപ്പോൾ പ്രധാനമന്ത്രിയുമായി ഉച്ചവിരുന്നിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അതിനെ രാഷ്ട്രീയമാക്കി മാറ്റുക, അത് പറയുന്നതാണ്. എളമരം കരീമിനെ പോലെയുള്ള ഒരാൾ പറയുന്നതെന്നാണ്, ഞാൻ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബിനോയ് വിശ്വം പറയുകയാണ് ഞാൻ BJPയിലേക്ക് പിറ്റേ ദിവസം രാവിലെ പോകും. എന്തൊരു രാഷ്ട്രീയ നിലവാരമാണ് കേരളത്തിൽ CPMും CPIയും ഒക്കെ ഈ കാര്യത്തിൽ പുലർത്തുന്നത്. ഈ പറഞ്ഞ എളമരം കരീം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. എളമരം കരീം അന്ന് രാജ്യസഭയിൽ ഈ രാമക്ഷേത്രം നിർമ്മിച്ചതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയവും അതുപോലെ ഈ ധവളപത്രവും ചർച്ച ചെയ്യുന്ന ദിവസമാണ്. ഇദ്ദേഹം അവിടെ പാലക്കാട് BMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യസഭ പങ്കെടുക്കാതെ അവിടെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് പ്രസംഗിക്കുകയാണ്, എനിക്ക് പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ധവളപത്രത്തിൻ്റെ ചർച്ചയുണ്ട്, രാമക്ഷേത്രത്തിൻ്റെ ചർച്ചയുണ്ട്, രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൽ പങ്കെടുക്കാതെ ഞാൻ വന്നത് BMSനോടുള്ള പ്രാധാന്യവും അടുപ്പവും പരിഗണിച്ചിട്ടാണ് എന്ന് പ്രസംഗിക്കുന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എനിക്കെതിരായി പറയുന്നതും എനിക്കെതിരായി ആദ്യ പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് മര്യാദകേടാണ്. പ്രധാനമന്ത്രി ഓഫീസിൽ ചെല്ലണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ കൂട്ടിക്കൊണ്ടുപോയി കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അത് ചെയ്തത് മര്യാദകേടാണ്. അതിൽ പ്രധാനമന്ത്രിക്ക് എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും എന്ത് ടാർഗറ്റ് ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചത് പ്രശ്നമേ അല്ല. എൻ്റെ രാഷ്ട്രീയ നിലപാട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ സൗഹൃദ സംഭാഷണം പറഞ്ഞാൽ തീരുന്നതാണോ രാഷ്ട്രീയ നിലപാട്? അങ്ങനെയാണെങ്കിൽ എന്നേ ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ മാറേണ്ടതായിരുന്നു. അധികാര താല്പര്യത്തിനായിരുന്നെങ്കിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 1999 ഒറ്റ വോട്ടിനാണ് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നത്. അന്നും ഞാൻ പാർലമെൻറ്റ് അംഗമാണ്. 2014 2019 പാർലമെൻറ്റ് അംഗമാണ്. 2019 പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ BJP ചേരുമെന്നാണ് പറഞ്ഞത്. 5 വർഷം കഴിഞ്ഞില്ലേ? ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിരവധി ഭേദഗതികളും ചർച്ചകളിലും നിരവധി കൊണ്ടുവന്ന ബില്ലുകൾ നിരാകരിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ മുഖമായി പ്രവർത്തിച്ച ഒരാളെ വീണ്ടും സംഘിവൽക്കരിക്കുക, ഈ തരത്തിലുള്ള അപവാദ പ്രചരണത്തിലൂടെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെ കൊല്ലത്തെ ജനത നല്ലതുപോലെ തിരിച്ചറിയും. നല്ല പ്രതികരണം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങേ വ്യക്തിപരമായ CPM ആ ഒരു പക ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. വ്യക്തിപരമായി അങ്ങേ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു എന്നാണോ കരുതുന്നത്?
പകയും വിദ്വേഷവും CPM-ന്റെ പ്രഖ്യാപിത നയമാണ്. നമുക്ക് തന്നെ അറിയാം, TP ചന്ദ്രശേഖരൻ്റെ കേസെടുത്താൽ, MV രാഘവൻ്റെ കേസെടുത്താൽ, മുന്നണി വിടുകയും പാർട്ടി വിടുകയും ചെയ്യുന്നവരെയൊക്കെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും അവർ നടത്തും. അതിലേറ്റവും പ്രധാന പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വമാണെന്ന് CPM-നെ നയിക്കുന്നത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 2014 LDF വിട്ട് UDF-ലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതേ ഞങ്ങളെ ഈ കുലംകുത്തി എന്നും മറ്റ് പല പദപ്രയോഗങ്ങളിലൂടെയും ഒക്കെ അപമാനിച്ചപ്പോൾ UDF-ൽ നിന്ന് ജയിച്ച, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഈ തോമസ് ചാഴിക്കാടനെയും KM മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയെയും എടുത്തു. ആ KM മാണിക്കെതിരായി എന്തെല്ലാമായിരുന്നു കേരളത്തിൽ പ്രചരിപ്പിച്ചത്, എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിന് 5 കോടി രൂപ ചെലവഴിച്ച് സ്മാരകം നിർമ്മിക്കുന്ന ജോലിയല്ലേ CPM ചെയ്യുന്നത്. അപ്പോൾ അതാണ് CPM. ഇത്രയും അവസരവാദപരമായിട്ടുള്ള, ആദർശത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത അവസരവാദപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അവരോടൊപ്പം നിന്നാൽ എല്ലാവരും നല്ലത് കേമന്മാർ, അല്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന ചില പദങ്ങൾക്ക് വിധേയമാകിടുന്ന സ്ഥിതി വരും. അതാണ് CPM-ൻ്റെ. അതുകൊണ്ട് CPM ഒരു വലിയ തകർച്ചയിലേക്ക് പോകണം, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. 2014 RSP LDF വിടാനുള്ളത് ഏത് രാഷ്ട്രീയ സാഹചര്യമായിരുന്നു എന്ന് നമുക്കറിയാം. 10 വർഷം പിന്നിടുമ്പോൾ UDF-ൽ RSP എത്രത്തോളം സംതൃപ്തരാണ്? UDF രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തിയാണ്. സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല, അത് ഏത് മുന്നണിയിലായാലും ഉണ്ടാകും. പക്ഷേ അവർ നൽകുന്നൊരു മാന്യത, ഒരു പരിഗണന, ഒരു അംഗീകാരം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും തൃപ്തികരമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതൊക്കെ മുന്നണിക്കകത്ത് പറഞ്ഞാൽ അത് കേൾക്കാനും ഉൾക്കൊള്ളാനും പരിഹരിക്കാനും ഒക്കെയുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള സമീപനം UDF-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൃപ്തികരമായ നിലയിലാണ് UDF സംവിധാനത്തോടൊപ്പം RSP ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഇടയ്ക്ക് RSP വീണ്ടും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹമൊക്കെ ശക്തമായി പ്രചരിച്ചിരുന്നല്ലോ. അങ്ങനെ ഒരു ചർച്ചയും ആലോചനയും ചിന്തയും ഒരു ഘട്ടത്തിൽ പോലും ഈ കഴിഞ്ഞ 10-11 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ UDF-നെ വിമർശിച്ചിട്ടുണ്ട്, കൃത്യമായ നിലയിൽ വിമർശിച്ചിട്ടുണ്ട്, നയപരമായ കാര്യങ്ങളിലെ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്, മുന്നണിക്ക് അകത്തും പറഞ്ഞിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ പുറത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും മുന്നണിയുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളാണ് എക്കാലവും RSP UDF-നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. LDF-ലായിരുന്നു അതായിരുന്നു സ്ഥിതി. നിൽക്കുന്ന മുന്നണിയിൽ 100% ആത്മാർത്ഥമായി അർപ്പണബോധത്തോടു കൂടി നിൽക്കുക, ഇത് RSP-യുടെ പാരമ്പര്യമാണ്. അതിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും അതാണ്. നിൽക്കുന്ന മുന്നണിയോടൊപ്പം അർപ്പണബോധത്തോടെ ആ മുന്നണിയുടെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതോടൊപ്പം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് എക്കാലവും RSP സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടാണ്. ഈ മുന്നണി മാറുന്നതിനെ ചൊല്ലി RSP-ക്കുള്ളിൽ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ എന്തുകൊണ്ടാണ് ശക്തമാകുന്നത്? വാർത്തകൾ ഇങ്ങനെ ആർക്കാ പ്രചരിപ്പിക്കാൻ കഴിയാത്ത? ഇപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനൊരു ചിന്തയോ ചർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ യോജിപ്പോടു കൂടിയാണ് പാർട്ടിക്കകത്ത് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. തികഞ്ഞ യോജിപ്പോടും 100% ഐക്യത്തോടും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം, വാർത്തകൾക്ക് വല്ല പഞ്ഞവും കേരളത്തിലുണ്ട്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചത്. ഓക്കെ.